നമസ്കാരം, എൻ്റെ പേര് നിതിൻ AF എന്നാണ്. ഞാൻ സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ടൂളുകൾ ധാരാളമായി ഉപയോഗിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ChatGPT, ഗ്രോക്ക്, ജെമിനി തുടങ്ങിയ ധാരാളം AI ടൂളുകൾ നമുക്കിന്ന് ലഭ്യമാണ്. അപ്പോൾ ഈ AI ടൂളുകളൊക്കെ തന്നെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു അക്കാഡമിക് അല്ലെങ്കിൽ റിസർച്ച് പർപ്പസിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് AI ടൂളുകൾ എന്ന് പറയുന്നത്. പക്ഷേ ചില ആൾക്കാരൊക്കെ തന്നെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് പലപ്പോഴും AI ടൂളിനെ കാണുന്നത് ഗുണത്തെക്കാൾ വളരെ ദോഷം ചെയ്യുമെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള ഒബ്സർവേഷണൽ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ലോജിക് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ പ്രോബബിലിറ്റി ഉള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്നതിന് നല്ലതാണ്. ഇപ്പം ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ChatGPT ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ട്രൂത്തും റിയാലിറ്റിയുമാണ് നിങ്ങൾ സീക്ക് ചെയ്യുന്നതെങ്കിൽ ആ പ്രോംപ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ ഫാക്ച്വൽ ഇൻഫർമേഷൻ എന്നുള്ളത് പ്രത്യേകം പറയുക. കാരണം പലപ്പോഴും അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് അവോയ്ഡ് ജനറൽ കൺസെൻസസ് ആൻഡ് പോപ്പുലർ ഒപ്പീനിയൻ. അപ്പം ഒരു ഫാക്റ്റ് അല്ലെങ്കിൽ ഒരു ട്രൂത്തും റിയാലിറ്റിയും സീക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പോപ്പുലർ ഒപ്പീനിയനും ജനറൽ കൺസെൻസസിനെയും അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു ഫാക്റ്റ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ പറയുന്ന AI ടൂളുകളൊക്കെ തന്നെ ഒരു ട്രൂത്തും റിയാലിറ്റിയും തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് തരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. പല ആൻസറുകളും ചിലപ്പോൾ ഈ പോപ്പുലർ ഒപ്പീനിയനോ അല്ലെങ്കിൽ ജനറൽ കൺസെൻസസോ ബേസ് ചെയ്തിട്ടായിരിക്കും തരിക. അപ്പോൾ അത് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് കാണേണ്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്. ഇപ്പം നമ്മൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് AI ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹ്യൂമൻ ബീയിങ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടുന്ന ഒരു ട്രൈറ്റ് തന്നെയാണ്. കാരണം ഫൈനലി റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പം നമ്മുടേതായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് AI ഒരു രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഫുള്ളായിട്ട് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു സാഹചര്യം കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നുള്ള വസ്തുത എപ്പോഴും മനസ്സിലാക്കുക. കാരണം ചിന്തിക്കാനുള്ള ശേഷിയും അല്ലെങ്കിൽ ഗുഡ്നെസ്സും ബ്യൂട്ടിയും ട്രൂത്ത് മനസ്സിലാക്കാനുള്ളൊരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു കഴിവ് മോസ്റ്റ്ലി ഹ്യൂമൻ ബീയിങ്ങിനാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കുറെ കൂടെ AI റിയലിസ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് ഇൻഫർമേഷൻ ആണെങ്കിലും അതിനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് വളരെയേറെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ നമ്മളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പേഴ്സണൽ സീക്രട്ടുകൾ അല്ലെങ്കിൽ നമ്മളൊരു ക്ലോസ് ഫ്രണ്ടിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പൗസിനോട് കാര്യങ്ങൾ പറയുന്നതിന് പകരം AI സംസാരിക്കുക അല്ലെങ്കിൽ AI ചാറ്റ് ചെയ്യുക. അത്തരത്തിൽ AI ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരിക്കലും നമുക്കൊരു റിയാലിറ്റി ലൈഫ് മുന്നോട്ടേക്ക് കണ്ടക്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള വസ്തുത ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ, മറ്റ് ഹ്യൂമൻ ബീയിങ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, സോഷ്യൽ ഇൻട്രാക്ഷൻസ്, കണക്ഷൻസ്, ഫ്രണ്ട്സ്, ഫാമിലീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും നമ്മൾ AI കൊണ്ട് റീപ്ലേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പക്ഷേ റിസർച്ച് പർപ്പസിൽ അത് വളരെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ AI ടൂളുകൾ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആണെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. താങ്ക് യു സോ മച്ച്.